നമ്മളറിയാത്ത നമ്മുടെ ശത്രുവിനെ എങ്ങനെ നേരിടാം? നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളറിയാത്ത, നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പോലും ഒളിച്ചിരിക്കുന്ന ഒരു ശത്രുവാകാം അത്. നിങ്ങൾ വളരുമ്പോൾ, വിജയിക്കുമ്പോൾ, നിങ്ങളുടെ പുരോഗതിയെ തടയാൻ ശ്രമിക്കുന്ന ഈ നിഴൽ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ നേരിടും? ബുദ്ധിയുടെ ആചാര്യനായ ചാണക്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ലോകത്തിലെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞന്മാരിൽ ഒരാളായ ചാണക്യന്റെ തത്വങ്ങൾ ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ശത്രു എന്നത് വാറെടുത്ത് മുന്നിൽ നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. കാരണം നിങ്ങൾ കാണാത്ത ഒരിടത്തു നിന്നാണ് അവർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ചാണക്യൻ പഠിപ്പിച്ച 5 പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കും. നമുക്ക് തുടങ്ങാം. അറിയാത്ത ശത്രുവിനെ നേരിടാനുള്ള 5 തത്വങ്ങൾ. തത്വം 1. ബുദ്ധിശക്തിയുടെ ആയുധം. ചാണക്യന്റെ ഒന്നാമത്തെ തത്വമിതാണ്: ശത്രുവിനെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് പരാജയപ്പെടുത്തേണ്ടത്. അറിയാത്ത ശത്രുവിനെതിരെ നിങ്ങളുടെ ശാരീരിക ബലം ഉപകരിക്കില്ല. അവിടെ നിങ്ങളുടെ ബുദ്ധിയാണ് പ്രകാശിക്കേണ്ടത്. ശത്രുവിനെ തിരിച്ചറിയാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ദുർബലതകൾ, അത്യാഗ്രഹങ്ങൾ, ഭയങ്ങൾ എന്നിവ നിങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. അവരുടെ പ്രവൃത്തികളിലെ പാറ്റേണുകൾ അവരാരാണെന്ന് വെളിപ്പെടുത്തും. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ, നിങ്ങളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ, ഇവരെ ശ്രദ്ധിക്കുക. ചാണക്യന്റെ വാക്കുകൾ: ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാൻ നിങ്ങളൊരു ചാരനെപ്പോലെ ചിന്തിക്കണം. രണ്ടാമത്തെ തത്വം ആത്മനിയന്ത്രണമാണ്. നിങ്ങളുടെ ദേഷ്യം, നിരാശ, സന്തോഷം, അതുപോലെ നിങ്ങളുടെ പദ്ധതികൾ ഇവയൊന്നും ശത്രുവിന്റെ മുന്നിൽ വെളിപ്പെടുത്തരുത്. നിങ്ങൾ എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ദുർബലനാണ്. ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണി ഓർക്കുക: വളഞ്ഞ മരങ്ങൾ നിലനിൽക്കും, നേർരേഖയിലുള്ള മരം ആദ്യം മുറിക്കപ്പെടും. നിങ്ങൾ വളരെയധികം സത്യസന്ധനും സുതാര്യനുമാണെങ്കിൽ നിങ്ങൾ ആദ്യം ലക്ഷ്യമിടപ്പെടും. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ നിസ്സംഗനാണെന്ന് ശത്രുവിനെ വിശ്വസിപ്പിക്കുക. മൂന്നാമത്തെ തത്വം ദൗർബല്യത്തിൽ പ്രഹരിക്കുക എന്നതാണ്. ശത്രുവിന്റെ ദൗർബല്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നതനുസരിച്ച് അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ ആയുധം. ഒരു വ്യക്തിയെ, അത് ശത്രുവാണെങ്കിൽ പോലും, അവന്റെ അത്യാഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കുക. പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അധികാരത്തിനോ വേണ്ടിയുള്ള അത്യാഗ്രഹത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരും. അത്യാഗ്രഹത്തിൽ വീഴിപോയ ശത്രു താൽക്കാലികമായി നിങ്ങളുടെ മിത്രത്തെപ്പോലെ പെരുമാറാൻ തുടങ്ങുന്ന നിമിഷം മുതലാക്കി അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കും. നാലാമതായി, നിങ്ങളുടെ സാമൂഹിക വലയം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടുമൊപ്പമാണ്. നിങ്ങളുടെ മോശം കൂട്ടുകെട്ടുകൾ ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള അവസരം നൽകും. നിങ്ങൾ മോശം ആളുകളുമായി സഹവസിച്ചാൽ അത് ശത്രുവിന്റെ പദ്ധതികളെ എളുപ്പത്തിൽ സഹായിക്കും. ചിലർ ശത്രുവിനേക്കാൾ അപകടകാരികളാണ്. നിങ്ങളുടെ വീഴ്ചയിൽ സന്തോഷം കാണുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുരവസ്ഥയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ, ഇവരെ നിങ്ങളുടെ അടുത്ത് നിർത്തരുത്. അഞ്ചാമതായി, സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുക. അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വമിതാണ്: സ്വയം ശക്തനാകുക. നിങ്ങൾ ശക്തനാണെങ്കിൽ ഒരു ശത്രുവിനും നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. ശക്തനായ ശത്രുവിനെ നേരിടുമ്പോൾ ഒളിച്ചിരുന്ന് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ചാണക്യതത്വം. നിങ്ങളുടെ വിദ്യാഭ്യാസം, ധനം, സ്വാധീനം ഇതെല്ലാം കൂട്ടുക. അതിലുപരി നിങ്ങളുടെ സംശയങ്ങൾ, ഭയങ്ങൾ, ദൗർബല്യങ്ങൾ ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആന്തരിക ശത്രുക്കൾ. ഇവയെ കീഴടക്കിയാൽ മാത്രമേ ബാഹ്യശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയൂ. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഇരുന്നാൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ ഏത് നീക്കത്തെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയും. നിങ്ങളുടെ വിജയം തന്നെയാവണം ശത്രുവിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ പാഠങ്ങൾ ഓർത്തുവയ്ക്കുക. അറിയാത്ത ശത്രുവിനെ നേരിടാൻ നിങ്ങളൊരു തന്ത്രജ്ഞനും നിരീക്ഷകനും ആത്മനിയന്ത്രിതനുമായി മാറുക. ശത്രുവിന്റെ ദൗർബല്യം തിരിച്ചറിയുന്നതുവരെ അവരുമായി നിങ്ങൾ സൗഹൃദം നടത്തുന്നതുപോലും തെറ്റല്ല എന്ന് ചാണക്യൻ പഠിപ്പിച്ചു. ഇത് ദുഷ്ടബുദ്ധിയല്ല, രാജതന്ത്രമാണ്. ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാം, വിജയിക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി.